വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വീട്ടമ്മമാർക്കായിരിക്കും. കാരണം അവർക്കാണ് ഇത് പെട്ടെന്ന് ചെയ്യാനും സ്പീഡിൽ ചെയ്യാനും പറ്റുന്നത്. അപ്പം ബിസിനസ് എന്താണെന്നും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് അതിൽ നിന്ന് ഏർണിങ്സ് നേടാം എന്നൊക്കെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതേസമയം പുറത്തുള്ള രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അവിടെ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനവും കൂടിയാണ്. അപ്പം നമുക്ക് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാടൻ തേങ്ങയില്ലേ, തേങ്ങയിൽ ഇപ്പം ഒരുപാട് പേർക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഇരിക്കാനുള്ള നേരമില്ല. അപ്പം അവരെന്ത് ചെയ്യും, എളുപ്പത്തിൽ ഈ തേങ്ങ ചിരണ്ടിയത് കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്നായിരിക്കും നോക്കുന്നത് അല്ലേ. ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് തേങ്ങ വാങ്ങിക്കാൻ കിട്ടും, തേങ്ങയുടെ ചിരട്ട വാങ്ങാൻ കിട്ടും, ചകിരി വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തേങ്ങയുടെ മിൽക്ക് പൗഡർ വരെ കിട്ടാറുണ്ട്, തേങ്ങാപ്പാൽ വരെ കിട്ടാറുണ്ട്. പക്ഷേ തേങ്ങ പീരയായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തേങ്ങ ഇപ്പം തേങ്ങ ഉള്ളവരുണ്ടല്ലോ, പറമ്പിലൊക്കെ തേങ്ങ ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, തേങ്ങ ചിരണ്ടിയിട്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റുക. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഈ തേങ്ങ പീര 250 ഗ്രാം 50 ഗ്രാമൊക്കെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെല്ല് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നമ്മുടെ അടുത്തുള്ള കടകളിലോ പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, സാധാ തേങ്ങ ചിരണ്ടിയിട്ട് നമ്മളൊരു കണ്ടെയ്നർ, ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറില്ലേ അതിലാക്കിയിട്ട് നമ്മുടെ ഒരു എക്സ്പയറി ഡേറ്റും നെയിം സ്ലിപ്പൊക്കെ കൊടുത്തിട്ട് നമ്മൾ 250 ഗ്രാമിന് എത്രയാണ്, 60 രൂപ, അരക്കാണെങ്കിൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ തേങ്ങയുടെ റേറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വില നിശ്ചയിക്കുക. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള മാർക്കറ്റുകളിൽ, കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊണ്ടുപോവുക. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് പ്രോഡക്റ്റ് കൊണ്ടുപോകാതെ 1 or 2 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, കടകളിൽ ഏൽപ്പിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തേങ്ങ ചിരണ്ടിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റിൽ സെയിലാകുന്ന സംഭവമാണ്. കാരണം ആർക്കും ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് സെയിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ബോക്സ് വാങ്ങിക്കണം, പ്ലാസ്റ്റിക് ബോക്സ് 250 ഗ്രാമിൻ്റെ 500 ഗ്രാമിൻ്റെ ബോക്സ് വാങ്ങിക്കണം. അതൊക്കെ നമുക്ക് കുറഞ്ഞ ചെലവിൽ നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരു ലേബൽ വേണം, 250 ഗ്രാമിൻ്റെ പേരും പിന്നെ നമ്പരല്ല, നമ്മുടെ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് വയ്ക്കുന്നതിനും നമ്മുടെ തേങ്ങയുടെ ആ പേരുണ്ടല്ലോ, തേങ്ങാപ്പീരാന്ന് എഴുതി വേണമല്ലോ, ആ ഒരു ലേബൽ ഒട്ടിക്കാനായിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ വരത്തുള്ളൂ. പിന്നെ തേങ്ങ നമ്മൾ ഓൾറെഡി നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്നതായിരിക്കുമല്ലോ, പിന്നെ നമ്മൾ സ്വയം ചിരണ്ടതാണല്ലോ, അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബിസിനസ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാർക്കറ്റിൽ തേങ്ങ ചിരണ്ടുന്ന ഈ മിക്സിയൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ വാങ്ങിക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള 2-3 പേരെ സഹായത്തിന് വിളിക്കുക. അങ്ങനെ പതുക്കെ ബിസിനസ്സായി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൾക്കാരെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിരണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് ആണ്. എക്സ്പയറി ഡേറ്റ് നോക്കാനായിട്ട്
ഇപ്പം നിങ്ങൾ തേങ്ങ ചിരണ്ടിയിട്ട് ഇന്ന് ചിരണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കണം, എന്നിട്ട് പിറ്റേ ദിവസം നോക്കണം. അങ്ങനെ എന്താണ് ഓരോ ദിവസവും ഇങ്ങനെ നോക്കണം. എത്രാമത്തെ ദിവസമാണ് ചീത്തയായെന്ന് നോക്കുക. അപ്പോൾ അതിന് മുമ്പ് വരെ ഉള്ള ഡേറ്റ്, ഇപ്പം ഒരാഴ്ച വരെ ഇരുന്നെങ്കിൽ ആ ഒരാഴ്ചത്തെ ഡേറ്റ് കൊടുക്കുക, 1 വീക്ക് എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചീത്തയായെങ്കിൽ നിങ്ങൾ എന്താണ് അത്രയും ഡേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ റേറ്റ് കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്താണ് 1 കിലോയ്ക്ക് ഇപ്പോൾ 120 കൊടുത്തെങ്കിൽ 1/2 കിലോയ്ക്ക് 60 രൂപ. അപ്പോൾ നിങ്ങൾ റേറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു കണക്ടിവിറ്റി തോന്നത്തക്ക രീതിയിൽ റേറ്റ് നിശ്ചയിച്ച് നിങ്ങളിടുക. ഇനി ടോട്ടൽ എത്ര എക്സ്പെൻസീവ് ആവും, എത്ര രൂപ ലാഭം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മീഷോയിൽ നോക്കാമെങ്കിൽ നമുക്ക് ഫുഡ് കണ്ടെയ്നർ കിട്ടും. അത് 15 എണ്ണത്തിന് 263 രൂപയാണ്. നിങ്ങൾക്ക് ആ മോഡലിൽ വേണം പർച്ചേസ് ചെയ്യാൻ, അതല്ലാതെ വേറെ മോഡലുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ 15 എണ്ണത്തിന് 263 രൂപ പ്ലസ് പിന്നെ നമ്മുടെ ലേബൽ ഒട്ടിക്കുന്നതിന് എക്സ്പയറി ഡേറ്റ്, പേര്, അതൊക്കെ ഇവിടെ നമ്മൾ ഇത് വയ്ക്കണമല്ലോ, ഫോൺ നമ്പർ, അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രിൻറ്റിന് നമുക്ക് എത്ര രൂപ കൂട്ടാം? 50 രൂപ കൂട്ടാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഫോട്ടോ കോപ്പി കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ അത്രേ ആകുള്ളൂ. അതല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി അവരെ കൊണ്ട് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് ആവും. ഇപ്പോൾ 50 രൂപ. ഇപ്പോൾ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു തേങ്ങയ്ക്ക് വരുന്ന വില അപ്പോൾ നോർമലി എനിക്ക് തോന്നുന്നു 20 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്തായാലും 20 കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 333 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസീവ് 333 രൂപയാണ്. അപ്പം നമുക്ക് എത്രയാണ്? 263 രൂപ ഓരോ ഡെപ്പിക്ക് പോയി. അപ്പോൾ ടോട്ടൽ 333 രൂപ. ഇനി ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, ഒരു തേങ്ങാപ്പീര വിൽക്കുന്ന വേറെ ബ്രാൻഡുകളുടെയൊക്കെ റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിന് സമാനമായിട്ടൊരു റേറ്റ് നിങ്ങൾ നിശ്ചയിക്കുക. ഇപ്പം നമുക്ക് 75 രൂപ നോക്കാം. 75 രൂപയാണ് ഒരു ഡെപ്പിക്ക് വരുന്നത്. അങ്ങനെ നിങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കി? 10 എണ്ണം ഉണ്ടാക്കിയെന്ന് കരുതുക. അപ്പം 750 രൂപ കിട്ടും 10 എണ്ണം. അപ്പോൾ നിങ്ങൾ ഓരോ കടയിൽ, അല്ലെങ്കിൽ ഒരു കടയിൽ തന്നെ 2 or 3 കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ കടയിൽ 10 കടയിൽ നിങ്ങൾ ഓരോന്നോരോന്ന് വീതം കൊടുക്കുക. അപ്പോൾ 750 രൂപയായേ. അപ്പം 75 രൂപ നിങ്ങൾക്ക് 1/2 കിലോയ്ക്കോ 1/4 കിലോയ്ക്കോ അത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ഇടുക. 1/2 കിലോയ്ക്ക് ഇടുക 75 രൂപ. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം ടോട്ടലി നമുക്ക് ചിലവായത് 333 രൂപ മൈനസ് 750 രൂപ കൂട്ടും, 417 രൂപ ലാഭം. അപ്പം അതിപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചിരണ്ടി വിൽക്കുവാണെങ്കിൽ 417 രൂപ. പിന്നെ നിങ്ങളത് നിങ്ങൾക്ക് കൂടുതൽ സെയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരാളെയും കൂടി വെച്ച് അപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഇതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും. നോക്കിക്കേ, അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അറിയാമല്ലോ, നമുക്ക് ഒരുപാട് സമയം ലാഭിക്കും. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പ്രായമായവർക്കൊക്കെ ഇരുന്ന് തേങ്ങ ചെരുമ്പാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി, അല്ലെങ്കിൽ നമ്മളതുപോലെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയാൽ നിങ്ങൾക്ക് കിടുക്കനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനും പറ്റും, ലാഭം കിട്ടുകയും ചെയ്യും. അപ്പം പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എക്സ്പയറി ഡേറ്റും പിന്നെ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യം ഓർത്തോണം. എക്സ്പയറി ഡേറ്റ് ആകുന്ന ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കടയിൽ സാധനങ്ങൾ റിട്ടേൺ എടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ബിസിനസ് തുടങ്ങാനായിട്ട് കേട്ടോ. ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണ്. കാരണം ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം നമ്മുടെ മാർക്കറ്റുകളിൽ സൂപ്പറായിട്ട് കയറിപ്പോവും. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.